ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. എല്ലാ പാർട്ടികളുടെയും പ്രധാന നേതാക്കൾ സജീവമായി പ്രചാരണ രംഗത്തുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തമിഴ്നാട്ടിലെത്തി. ഇന്ന് ഉത്തർപ്രദേശിലെ പിലിഭീത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയെയും അദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്നു. ഇന്ത്യയെ വികസിത രാജ്യമാക്കാൻ സർക്കാർ പ്രവർത്തിക്കുകയാണെന്നും നേടാൻ അസാധ്യമായി ഒന്നുമില്ല എന്ന് ഇന്ത്യ തെളിയിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും പ്രചാരണ രംഗത്ത് സജീവമായി തുടരുകയാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഏപ്രിൽ 26-ന് വേതനത്തോടുകൂടിയ അവധി പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ എല്ലാ തൊഴിലുടമകളും തൊഴിലാളികൾക്ക് അവധി ഉറപ്പാക്കണമെന്ന് ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ. വാണിജ്യ, വ്യവസായ, വ്യാപാര സ്ഥാപനങ്ങളടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും IT, തോട്ടം മേഖലകളിലെയും വോട്ടവകാശമുള്ള മുഴുവൻ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും അവധി ബാധകമായിരിക്കും. ലക്ഷദ്വീപിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സജീവമായി പുരോഗമിക്കുന്നു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഈ മാസം 19-നാണ് ഇവിടെ വോട്ടെടുപ്പ്. NCP ശരത് പവാർ പക്ഷ സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ മുഹമ്മദ് ഫൈസലിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹംദുള്ള സെയ്ദിന്റെയും പ്രചാരണ പരിപാടികൾ ആന്ത്രോത്ത് ദ്വീപിൽ പുരോഗമിക്കുകയാണ്. വിവിധ പ്രദേശങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയും വോട്ടർമാരെ നേരിൽ കണ്ടുമാണ് ഇരുവരുടെയും പ്രചാരണം. അജിത് പവാർ പക്ഷ NCP സ്ഥാനാർത്ഥിയായ TP യൂസഫ്, സ്വതന്ത്ര സ്ഥാനാർത്ഥി കോയ എന്നിവരും പ്രചാരണ രംഗത്ത് സജീവമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വോട്ടർമാർക്ക് നോ യുവർ കാൻഡിഡേറ്റ് ആപ്പ് ഉപയോഗിക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുതാര്യത ഉറപ്പാക്കുക, ജനപ്രതിനിധിയാവാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ച് ശരിയായ തീരുമാനമെടുക്കാൻ വോട്ടർമാർക്ക് സൌകര്യമൊരുക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് KYC ആപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. പൊന്നാനിയിൽ ശവ്വാൽ മാസപ്പിറ കണ്ടതോടെ കേരളത്തിൽ നാളെ ചെറിയ പെരുന്നാൾ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ ഈദ് ഉൽ ഫിത്തർ ആശംസകൾ നേർന്നു. മദ്യനയ അഴിമതി കേസിൽ ED അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. അഴിമതിയിൽ ഗൂഢാലോചന നടന്നതായി തെളിവുണ്ടെന്നും EDയുടെ പക്കൽ അതിനുള്ള രേഖകളുണ്ടെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. വിചാരണ കോടതിയുടെ തീരുമാനത്തിൽ ഇടപെടാൻ കഴിയില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വിചാരണ കോടതി ഈ മാസം 15 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട കേജ്രിവാൾ തീഹാർ ജയിലിൽ തുടരുകയാണ്. മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ BRS നേതാവ് K കവിതയുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഡൽഹി കോടതി ഏപ്രിൽ 23 വരെ നീട്ടി. കഴിഞ്ഞ ദിവസം കോടതി കവിതയ്ക്ക് ഇടക്കാല ജാമ്യം നിഷേധിച്ചിരുന്നു. മാർച്ച് 15-നാണ് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കവിതയെ അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ M രമയ്ക്കെതിരെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികൾ ഹൈക്കോടതി റദ്ദാക്കി. ഡോക്ടർ രമയ്ക്കെതിരെ റിട്ടയർമെന്റ് ദിവസം പുറപ്പെടുവിച്ച കുറ്റപത്രവും കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടറുടെ അന്വേഷണവും ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. നടപടികൾക്കെതിരെ ഡോക്ടർ രമ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ കോളേജിൽ നടന്നുവരുന്ന ലഹരി ഉപയോഗം ഉൾപ്പെടെയുള്ള അനാശാസ്യ പ്രവണതകളെക്കുറിച്ച് കോളേജ് പ്രിൻസിപ്പളായിരുന്ന ഇവർ പങ്കുവച്ചിരുന്നു. ഇതേ തുടർന്നുള്ള വിരോധമാണ് നടപടിക്ക് കാരണമെന്നായിരുന്നു ഡോക്ടർ രമയുടെ വാദം. നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമി കൺവെൻഷൻ സെന്ററിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ദ്വിദിന ഹോമിയോപ്പതി സിംബോസിയം ഉദ്ഘാടനം ചെയ്യും. ലോക ഹോമിയോപ്പതി ദിനത്തിൽ ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ഹോമിയോപ്പതി സംഘടിപ്പിക്കുന്ന സിംബോസിയം ഗവേഷണത്തെ ശാക്തീകരിക്കുക, പ്രാവീണ്യം വർദ്ധിപ്പിക്കുക എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഹോമിയോപ്പതി ഗവേഷണത്തിനുള്ള നൂതന സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഏപ്രിൽ 3-ന് 12 അടി താഴ്ചയുള്ള മാൻഹോളിൽ വീണ് 2 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ഗുരുഗ്രാം മുനിസിപ്പൽ കമ്മീഷണർക്കും പോലീസ് കമ്മീഷണർക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചു. വിഷയത്തിൽ 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് NHRC ഇരു വകുപ്പുകളോടും ആവശ്യപ്പെട്ടു. രജിസ്റ്റർ ചെയ്ത FIRന്റെ സ്ഥിതിയും പോലീസ് വകുപ്പ് സ്വീകരിച്ച നടപടികളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം. മരിച്ച കുട്ടിയുടെ അടുത്ത ബന്ധുക്കൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും കമ്മീഷണർ പറഞ്ഞു. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ NEET UGയുടെ രജിസ്ട്രേഷന് നാളെ രാത്രി വരെ അപേക്ഷിക്കാം. പല കാരണങ്ങളാലും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ചാണ് സമയം നീട്ടുന്നതെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ബാറ്റിംഗിനയച്ചു. മൊഹാലി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ ഹൈദരാബാദ് 5-ാം സ്ഥാനത്തും പഞ്ചാബ് 6-ാം സ്ഥാനത്തുമാണ് ഇപ്പോൾ നിൽക്കുന്നത്. സംസ്ഥാനത്ത് ഈ മാസം 13 വരെ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ കനത്ത ചൂട് തുടരുകയാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.